എഡ്യൂക്കേഷൻ അവതരിപ്പിക്കുന്ന സുഗേന്യ ഭാഷാ പഠനത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ് നോക്കിയത് നമ്മുടെ സിറിക് ലെറ്റേഴ്സ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സിംബൽസ് അഥവാ വോവൽസ് ആണ്. സുഗേന്യ ഭാഷയിൽ 22 അക്ഷരങ്ങളും 5 വോവൽസുമാണുള്ളത്. ആ 5 വോവൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പേരെന്താണെന്നും നമുക്ക് നോക്കാം. ഇതാണ് സുഗേന്യ ഭാഷയിലെ 5 വോവൽസ് എന്ന് പറയുന്നത്. മലയാള ഭാഷ സംബന്ധിച്ചിടത്തോളം സുഗേന്യ ഭാഷ പഠിക്കുക എന്നത് വളരെ എളുപ്പമാണ്. കാരണം 22 അക്ഷരങ്ങളും 5 വോവൽസ് മാത്രമേ ഉള്ളൂ. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഫുത്തോഹോ. ഫുത്തോഹോ, അതിൽ ഫു എന്നുള്ളത് സൈലന്റ് ആണ്. ബാക്കി ഭാഗം വായിക്കുക. തോഹോ എന്നാണ് പറയുന്നത്. തോഹോ പുള്ളി, സ്കോപ്പോ, റുബോസോ, ടുബോസോ, അസോസോ. ഒന്നുകൂടെ നോക്കാം. തോഹോ, സ്കോപ്പോ, റുബോസോ, ടുബോസോ, അസോസോ. നമുക്ക് ഇതിന്റെ ഉച്ചാരണങ്ങൾ നോക്കാം. അതായത് ഓരോ അക്ഷരത്തിനും ഓരോ ഉച്ചാരണമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഉച്ചാരണമാണ് സ്കോപ്പോ പുള്ളി. സ്കോപ്പോ പുള്ളി ഉച്ചാരണം എന്നത് ആ അല്ലെങ്കിൽ ആ എന്ന് പറയും. അടുത്തത് സ്കോപ്പോ. സ്കോപ്പോ പുള്ളി ഓ അല്ലെങ്കിൽ ഓ. റുബോസോ എ അല്ലെങ്കിൽ എ. റുബോസോ ഇ അല്ലെങ്കിൽ ഇ. അസോസോ ഉ അല്ലെങ്കിൽ ഉ എന്ന് ഉച്ചരിക്കും. ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളും എഴുതുമ്പോൾ നമ്മുടെ സുഗേന്യ ഭാഷയിൽ 22 അക്ഷരങ്ങൾ ഓല ബസ് ഗോമൽ എന്ന അക്ഷരങ്ങളിലെ ഈ അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ഈ സിമ്പിൾസ് അതായത് വോവൽസ് ചേർക്കുമ്പോൾ എങ്ങനെ വായിക്കാമെന്നുള്ളത് നോക്കാം. നമ്മൾ സുഗേന്യ ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാണ് ഓലഫ്. ഓലഫ് എന്ന അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഓലഫ്. ഓലഫ് എന്ന അക്ഷരത്തിന്റെ കൂടെ പുള്ളികൾ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഓലഫ് എന്ന അക്ഷരത്തെ നമ്മൾ ഓലഫ് എന്ന അക്ഷരം എഴുതുമ്പോൾ നമ്മൾ സുഗേന്യ ഭാഷ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. സുഗേന്യ ഭാഷ ഓലഫ് എന്ന ഓരോ അക്ഷരം എഴുതുമ്പോഴും അതിന് ഉച്ചാരണമാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലാതെ ഓലഫ് എന്ന് വായിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ വായിക്കുന്നത് എന്നാണ്. ഈ അക്ഷരത്തെ നമ്മൾ വായിക്കുന്നത് എന്നാണ്. എന്ന അക്ഷരത്തിന്റെ കൂടെ, അത് ഓലഫ് എന്ന അക്ഷരത്തിന്റെ കൂടെ നമ്മൾ തോഹോപ്പുള്ളി ചേർക്കുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ആ എന്നാണ്. അതായത് ഓലഫ് എന്ന അക്ഷരത്തിന്റെ കൂടെ തോഹോപ്പുള്ളി വന്നാൽ ആ എന്ന് പറയും. സ്കോപ്പോപ്പുള്ളി വന്നാൽ ഓ എന്ന് പറയും. റുബോസോപ്പുള്ളി വന്നാൽ എ എന്ന് പറയും. കുബോസോപ്പുള്ളി വന്നാൽ ഇ എന്ന് പറയും. അസോസോപ്പുള്ളി വന്നാൽ ഉ എന്ന് പറയും. അതായത് ഇതിനെ വായിക്കുന്നത് ആ, ഓ, എ, ഇ, ഉ എന്നാണ്. അടുത്ത അക്ഷരമാണ് ബേസ്. അതുപോലെ തന്നെയാണ് ബേസ് എന്ന അക്ഷരത്തിന്റെ കൂടെ ആ പുള്ളി വന്നാൽ ബാ, ബോ, ബേ, ബി, ബു. ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ബാ, ബോ, ബേ, ബി, ബു. അടുത്ത ഗോമന്റോട് വന്നു കഴിഞ്ഞാൽ ഗ, ഗോ, ഗെ, ഗി, ഗു. ദോലത്ത് വന്നു കഴിഞ്ഞാൽ ദ, ദോ, ദേ, ദി, ദു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ അക്ഷരങ്ങൾ ഇതാണ്: ഓലഫ്, ബേസ്, ഗോമൽ, ദോലത്ത്, ഹേ, വാം, സൈ, ഹേസ്, ടേസ്, യൂത്ത്, കോഫ്, ലോമത്ത്, മീം, നൂൻ, സമക്കസ്, എ, ഫേ, സോദെ, കോഫ്, റി, സി, താവ്. ഇതാണ് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ കൂടെ നമ്മുടെ വോവൽസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കുമെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഓലഫ് എന്ന അക്ഷരത്തിന്റെ കൂടെ ആ ചിഹ്നം, അതായത് ചിഹ്നം പുള്ളി പറയുമ്പോഴേക്കും നിങ്ങൾ പേരിൽ ഓർത്തോണം. തോഹോ, സ്കോപ്പോ, റുബോസോ, ടുബോസോ, അസോസോ. അതാണ് അതിന്റെ പേരുകൾ. ഇനി ആ ചിഹ്നങ്ങൾ പറയാൻ പോകുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ആ, ഓ, എ, ഇ, യു എന്നാണ്. ആ ചിഹ്നങ്ങൾ മനസ്സിലാക്കുവാനും പതിവ് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ ചിഹ്നങ്ങൾ ഈ സ്കോപ്പോ പുള്ളി, തോഹോ പുള്ളി, റുബോസോ പുള്ളി, അസോസോ പുള്ളി എന്ന് നമുക്ക് ഒരു ഗീത പതിവ് രൂപത്തിൽ നമുക്ക് തന്നെ പാടാം. ഇതിന്റെ ഉച്ചാരണം വരുന്ന പതിവ് രൂപത്തിൽ പാടാം. ആവോ ഏയു, ആവോ ഏയു, ആവോ ഏയു, ആവോ ഏയു. നമുക്ക് ഇതിനെ പാടാം. പതിവ് രൂപത്തിലാക്കി പെട്ടെന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇനി ഓരോ അക്ഷരങ്ങളും വരുമ്പോൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. ഓലഫ് എന്ന അക്ഷരത്തിന്റെ കൂടെ ആ ചിഹ്നം വന്നാൽ അതിനെ ആ എന്ന് പറയും. കാരണം ഓലഫ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് എന്നാണ്. എന്നാണ് ഓലഫ് എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം. അപ്പോൾ അതിനെ ആ എന്നാണ് വായിക്കുന്നത്. ഓ പുള്ളി വന്നാൽ ഓ എന്ന് വായിക്കും. എ പുള്ളി വന്നാൽ എ എന്ന് വായിക്കും. ഇ പുള്ളി വന്നാൽ ഇ എന്ന് വായിക്കും. ഉ പുള്ളി വന്നാൽ ഉ എന്ന് വായിക്കും. അടുത്തത് ബേസ്. ബേസ് എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം എന്നത് ബ് എന്നാണ്. ബ് എന്നായതുകൊണ്ട് തന്നെ ബാ, ബോ, ബേ, ബി, ബു. ബാ, ബോ, ബേ, ബി, ബു. ഗോമൽ. ഗ, ഗോ, ഗെ, ഗി, ഗു. ഗ, ഗോ, ഗെ, ഗി, ഗു. ദോലത്ത്. ദ, ദോ,
ദേ ദി ദു. ഹേ ഹ ഹോ ഹേ ഹി ഹു. വാ വ വോ വേ വി വു. സായ് സ സോ സേ സി സു. ഹേസ് ഹ ഹോ ഹേ ഹി ഹു. തേസ് ത തോ തേ തി തു. യൂത്ത് യ യോ യെ യി യു. കോഫ്. കോഫ് പറയുമ്പോൾ രണ്ട് കോഫ് ഉണ്ട്. ഒരു കോഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഫാണ്. അതായത് മുട്ടാത്ത കോഫും പിന്നെ എഴുതുന്നത് മുട്ടുന്ന കോഫും. ഇതിന് വ്യത്യാസമുണ്ട്. ഈ കോഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോഫ് കായാണ്, അതായത് കോഫ് എന്നാണ്. എന്നാൽ ഇത് കോഫ് എന്നാണ്. കോഫ് ക കോഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുമ്പോഴേക്കും ക കോ കെ കി കു. ലോമത് ല ലോ ലെ ലി ലു. മീം മ മോ മേ മി മു. നൂൻ ന നോ നെ നി നു. സമകസ് സ സോ സെ സി സു. എ a o e i u. ഫെ ഫ ഫോ ഫെ ഫി ഫു. സോദെ സ സോ സെ സി സു. കോഫ് കോഫ് ഈ കോഫാണ് മുട്ടുന്ന കോഫല്ല, മുട്ടുന്ന കോഫാണ്, മുട്ടത്തെ കോഫല്ല, മറ്റേ കോഫാണ് ഇത്. കോഫ് ക ഖോ കെ കി കു. ഷീൻ ഷ ഷോ ഷെ ഷി ഷു. താവ് ത തോ തേ തി തു. ഇങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളുടെ മുകളിലും പുള്ളികൾ വരുമ്പോൾ, അത് വോവൽസ് വരുമ്പോൾ വായിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഈ രീതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഓലഫ് എന്ന അക്ഷരത്തിൻ്റെ നമ്മൾ വായിക്കുന്നത് എന്നാണ്, ഉച്ചാരണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളികൾ വരുമ്പോഴേക്കും ആ ഒ ഇ ഇ യു എന്നാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഓലഫ് എന്ന അക്ഷരത്തെ എഴുതുന്നതെന്ന്. ഓലഫ് എന്ന അക്ഷരം എഴുതണമെങ്കിൽ അതിനെ ഓലഫ് എന്ന് തന്നെ എഴുതണം. അതായത് ഓലഫ് എന്ന അക്ഷരത്തിൽ വരുന്ന സിമ്പിൾസുകളും വൊവൽസുകളും അതുപോലെ അക്ഷരങ്ങളും നമുക്ക് ആഡ് ചെയ്യണം. അത് ഓലഫ് എന്ന അക്ഷരത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലഫ് എന്ന അക്ഷരത്തിൽ ഓ ഉണ്ട്. അതായത് ഓ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ഓലഫ് ആഡ് ചെയ്യണം എന്നതിനായിട്ട്. സിമ്പിൾ മോളി വൊവൽസ് ആഡ് ചെയ്യണം, അല്ലാതെ അക്ഷരം ആഡ് ചെയ്യണം. ഓലഫ് എന്ന അക്ഷരം വേണം. പിന്നീട് ലോമത് എന്ന അക്ഷരം വേണം, ലോമത് എന്ന അക്ഷരം വേണം. പിന്നെ ഫേ എന്ന അക്ഷരവും വേണം. ഈ മൂന്ന് അക്ഷരങ്ങളും അതിൻ്റെ പുള്ളികളും വൊവൽസും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഓലഫ് എന്ന് എഴുതുന്നത്. എഴുതുന്നതിന് ഇപ്പോൾ കാണിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനെ പറയുന്ന ഭാഷ റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഓരോ അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സുറിയാനി ഭാഷ അക്ഷരങ്ങൾ 22 അക്ഷരങ്ങളാണ്. നമ്മൾ 22 അക്ഷരങ്ങളെ ഓരോ ഗ്രൂപ്പുകൾ തിരിക്കാൻ പോവുകയാണ്. അതായത് കണ്ടത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, ഡെന്റൽ ലെറ്റേഴ്സ്, ലേവിയൽ ലെറ്റേഴ്സ്, അങ്ങനെ പാരൽ ലെറ്റേഴ്സ് ഇങ്ങനെ തിരിക്കാൻ പോവുകയാണ്. അതായത് ആദ്യത്തെയാണ് കണ്ടത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ 5 നമ്മളേക്ക് 5 എണ്ണത്തിലാണ് തിരിച്ചിരിക്കുന്നത്. 5 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഓലഫ്, രണ്ടാമത്തേത് ഹേ, മൂന്നാമത്തെ ഹേസ്, നാലാമത്തെ എ, അഞ്ചാമത്തെ റീസ്. അതായത് ഓലഫ്, ഹേ, ഹേസ്, എ, റീസ്. ഓലഫ്, ഹേ, ഹേസ്, എ, റീസ്. ഈ 5 അക്ഷരങ്ങളാണ് കണ്ടത്തു നിന്നും പുറപ്പെടുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് കണ്ടത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെന്റൽ ലെറ്റേഴ്സ് ആണ്. ഡെന്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഓലഫ്, സമക്കാസ്, സോദെ, സീൻ. നിങ്ങൾ ഈ അക്ഷരങ്ങൾ നോക്കി അതിൻ്റെ പേരുകൾ പറയാൻ പഠിക്കണം. കൂടുതൽ അക്ഷരങ്ങളുണ്ട്. ഓലഫ്, ബേസ്, ഗോമൻ, ദോലത്ത്, ഹേ, വാവ്, സൈ, ഹേസ്, തേസ്, യു, കോഫ്, ലോമത്ത്, മീം, നൂൻ, സമക്കസ്, എ, ഫെ, സോദെ, കോഫ്, റീ, ഷീൻ, താവ് എന്ന അക്ഷരങ്ങളാണ്. 22 അക്ഷരങ്ങളാണ്. ഇതിൻ്റെ അക്ഷരങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് മനപ്പാടമാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് എപ്പിസോഡ് 1 കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഡെന്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സൈ, സെമക്കസ്, സോദെ, ഷീൻ. പാരൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഗോമൽ, യൂത്ത്, കോഫ്, ഖോഫ്. അതായത് കോഫ്, ഖോഫ്. നിങ്ങൾക്ക് നോക്കാം പാരൽ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഗോമൽ, യൂത്ത്, കോഫ്, ഖോഫ്. മുട്ടുന്ന കോഫും മുട്ടാത്ത കോഫും. ലിംഗോ ലെറ്റേഴ്സ് ദോലത്ത്, തേസ്, ലോമത്ത്, നൂൻ, താവ്. ദോലത്ത്, തേസ്, ലോമത്ത്, നൂൻ, താവ്. ലാബി ലെറ്റേഴ്സ് ബേസ്, വാവ്, മീം, ഫേ. ബേസ്, വാവ്, മീം, ഫേ. ഇങ്ങനെയാണ് നമ്മൾ സുറിയാനി അക്ഷരങ്ങളെ ഗ്രൂപ്പിലാണ് തിരിക്കുന്നത്. അതായത് കണ്ടത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഡെന്റൽ ലെറ്റേഴ്സ്, പാരൽ ലെറ്റേഴ്സ്, ലിംഗൽ ലെറ്റേഴ്സ്, ലാബിയൽ ലെറ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സുറിയാനി അക്ഷരങ്ങളുടെ വൊവൽസുകളും, അതായത് ഓരോ അക്ഷരങ്ങളിലൂടെ വൊവൽസ് ചേർക്കുമ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളതും, അതുപോലെ നമ്മുടെ
ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. അതായത് അക്ഷരങ്ങൾ, എഴുതേണ്ട അക്ഷരങ്ങളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഡെന്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പുകളായി തിരിക്കുന്നതുമാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രീനാക്ഷരം എഴുതുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും എഴുതുന്നു. ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ ഓലപ്പ് എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത്, ബേസ് എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും, അതുപോലെ നമ്മുടെ എൻഡിങ് ഫോംസ് വരുന്നുണ്ട്. അതായത് ഓരോ അക്ഷരങ്ങളും, ഇതിൻ്റെ ഓരോ അക്ഷരങ്ങൾ നമ്മൾ അക്ഷരങ്ങളെ കൂട്ടി എഴുതുമ്പോഴേക്കും ബുക്കുകൾ കാണുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് എത്തിക്കുന്നത് കാണുമ്പോൾ അറിയാം അതിൻ്റെ ഓരോ എൻഡിങ് ഫോം വരുന്നുണ്ട്. എഴുതുമ്പോൾ അതിൻ്റെ ഒരു എൻഡിങ് ഫോംസ് വരുന്നുണ്ട്. ആ എൻഡിങ് ഫോംസ് എന്നുള്ളതും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഓലഫ്, ബേസ്, ഗോമൽ, ദോലത്ത്, എ, വാം, സൈ, ഹേസ്, തേസ്, യൂത്ത്, കോഫ്, ലോമത്ത്, മീം, നൂൻ, സമക്കസ്, എ, ഫേ, സോദെ, കോഫ്, റീസ്, ഷീൻ, താവ്.